ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ അവിൽ വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. ഹോസ്റ്റലിലൊക്കെ സ്റ്റേ ചെയ്യുന്ന മക്കൾക്ക് നമുക്കിത് കൊടുത്തു വിടാൻ പറ്റും. കാരണം ഇത് ഒത്തിരി നാൾ കേട് വരാതെ സൂക്ഷിക്കാം. പണ്ടൊക്കെ ഇത് കർക്കിടക മാസത്തിൽ നിർബന്ധമായും ഉണ്ടാക്കുമായിരുന്നു. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കറുത്ത എള്ളിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ മുടി, ചർമ്മം, അസ്ഥികളുടെ ബലം കൂട്ടാനും ഹൃദയാരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എള്ള് സഹായിക്കുന്നുണ്ട്. നമ്മളിവിടെ 300 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം പാനിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കാവുന്നതാണ്. എള്ള് നന്നായിട്ട് വറുത്ത് വരുമ്പോൾ നമുക്ക് ആ ക്രിസ്പിനെസ് മനസ്സിലാവുന്നതാണ്. അത് കറക്റ്റ് പാകം എത്തി എന്ന് ഉറപ്പ് വരുത്തുക. പ്രമേഹ രോഗികൾക്ക് വറുത്ത എള്ള് പൊടിച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ്. ശർക്കര പാനീയം തയ്യാറായതിന് ശേഷം നമുക്ക് അവിൽ വറുത്തെടുക്കാം. ഞങ്ങളിവിടെ ഏകദേശം 300 ഗ്രാം അവിലാണ് എടുത്തിരിക്കുന്നത്. അവൽ നന്നായി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഞങ്ങളിവിടെ 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ചേർത്ത് അതിലേക്ക് തേങ്ങയിട്ട് വറുത്തെടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് ചേർക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നീ നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്ത തേങ്ങയിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനീയം ഇതിലോട്ട് ഒഴിച്ച് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഉപ്പും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും ചേർക്കുക. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച എള്ളും അവലും ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എള്ളും അവലും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രുചിയും പോഷക ഗുണമുള്ളതായ ഒരു സ്നാക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.